നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 6 കമ്പനികളിലെ അവസരങ്ങൾ, അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഉൾപ്പെടെ ചില സോഫ്റ്റ്വെയർ കമ്പനികളിലെ അവസരങ്ങൾ, അതല്ലെങ്കിൽ L&T കൺസ്ട്രക്ഷൻ പോലുള്ള ടോപ്പ് കമ്പനികളിലെ എഞ്ചിനീയേഴ്സിനുള്ള അവസരങ്ങൾ, കേരള ഗവൺമെന്റിന് കീഴിലുള്ള സീഡിറ്റിലേക്ക് നടക്കുന്ന ഒരു ഡയറക്ട് റിക്രൂട്ട്മെന്റ്, വിവിധ തസ്തികകളിൽ ഒട്ടനവധി ഒഴിവുകളിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ഫ്രഷേഴ്സിന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ടെലിഗ്രാം ചാനലിലൂടെയോ ഇതൊന്നും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ആഫ് ലാബ്സ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കനേഡിയൻ IT കമ്പനിയിലേക്കാണ്. അപ്പൊ ഇവര് ബിടെക് അല്ലെങ്കിൽ MCA അത് 2022-ലും 2023-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. മാർക്ക് പെർസെൻറ്റേജ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ .NET, ജാവ, ആംഗുലർ ഇങ്ങനെയുള്ള മേഖലകളിൽ നല്ല നോളജോ ട്രെയിനിങ്ങോ ഒക്കെ എടുത്തവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഫേസ് 1-ലുള്ള ഈ ആപ്സ് ലാബ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും വർക്ക് ലൊക്കേഷന്. അപ്പൊ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനി എന്ന തസ്തികയിലായിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നവര് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഈ ആപ്സ് ലാബ് എന്ന് സെർച്ച് ചെയ്തോ, അതല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക്. ഇവരൊരു ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇവര് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. എന്നാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ ടൈപ്പിംഗ് സ്കില്ല്, അതേപോലെ MS ഓഫീസ്, വേർഡ്, എക്സലും ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഡേറ്റ ഫീൽഡിലേക്ക് ഇവരുടെ റീജിയണൽ പ്രോസസ്സിംഗ് സെന്റേഴ്സ് ഉണ്ട്. അവിടെയായിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഡേറ്റ എൻട്രി ജോബുകളായിരിക്കും. അപ്പൊ എൻ്റർ ഡേറ്റ ഇൻ ഡേറ്റ ഫീൽഡ്സ് ഇൻ ഇന്റേണൽ സിസ്റ്റം വിത്തൗട്ട് എറേഴ്സ്. അപ്പം തെറ്റില്ലാതെ ഇവരുടെ ഫീൽഡുകളിലേക്ക് ഡേറ്റ എൻട്രി ചെയ്യുക എന്നുള്ളതായിരിക്കും ജോലിയുടെ ഒരു നേച്ചർ. അപ്പൊ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് സന്ദർശിച്ച് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവോ, ഇവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ എഞ്ചിനീയേഴ്സിന് ലഭ്യമായിരിക്കുന്ന ഒരു മികച്ച അവസരം ഒന്ന് സൂചിപ്പിക്കാം. L&T കൺസ്ട്രക്ഷൻ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നാണ്. ഇവരുടെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, L&T's ബിൽഡ് ഇന്ത്യ സ്കോളർഷിപ്പ് എന്നുള്ളത്. ഈ ഒരു സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് IIT അല്ലെങ്കിൽ NIT-യിലൊക്കെ നിങ്ങളുടെ PG, അതായത് ബിടെക് കഴിഞ്ഞവർക്ക് നിങ്ങളുടെ PG IIT-ലും NIT-ലും ഒക്കെ പഠിക്കാം. പഠന സമയത്ത് ഏതാണ്ട് 13,400 രൂപ നിങ്ങൾക്ക് പ്രതിമാസം സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കും. എന്ന് മാത്രവുമല്ല, പഠനശേഷം നിങ്ങൾക്ക് L&Tയിൽ ജോലി ഉറപ്പാക്കുകയും ചെയ്യാം. ആർക്കായിരിക്കും ഈ ഒരു അവസരം ലഭ്യമാകുന്നത്? ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത് ബിടെക് അത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ ബ്രാഞ്ചുകളിൽ 2024-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കായിരിക്കും. അപ്പൊ ഈ NIT IIT ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ വെളിച്ചത്തിലായിരിക്കും ഇതിന്റെ സെലക്ഷന് നടക്കുക. പിന്നീട് നിങ്ങൾക്ക് ജൂൺ ജൂലൈ മുതൽ ഈ NIT-കളിൽ പഠിച്ചുകൊണ്ട് തന്നെ, സ്റ്റൈഫൻഡോടെ പഠിച്ചുകൊണ്ട് തന്നെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പം 2024-ല് പാസ് ഔട്ട് ആവുന്ന ബിടെക്കുകാർ, സിവിള്, അതേപോലെ ഇലക്ട്രിക്കലുകാർ, നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓർക്കുക, ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 6-ാം തീയതിയാണ്. അപ്പം ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ഞാൻ ഡേമാർട്ട്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമായിരിക്കുന്ന ഒട്ടനവധി തസ്തികകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് അവസരങ്ങൾ ഈ ഡേമാർട്ടിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്, കോഴിക്കോട്ടേക്കാണ്. അവിടെ റീറ്റെയിൽ സ്റ്റോർ മാനേജർ, ഡിപ്പാർട്ട്മെന്റ് മാനേജർ, കാറ്റഗറി സൂപ്പർവൈസർ, അതുപോലെ സെയിൽസ്മാൻ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്രോക്കറി, ഇങ്ങനെ വിവിധ മേഖലകളിലുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഓഫ് അവസരങ്ങൾ ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട്ടേക്കാണ്.
അതുകൂടാതെ ഈ ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റുകൾ, അത് ഓർക്കാട്ടേരി, വടകര, അയാഞ്ചേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റ് ഒരു സെറ്റ് ഓഫ് അവസരങ്ങളിലേക്ക് ഇവരെ ഹയറിംഗ് നടത്തുന്നുണ്ട്. കാഷ്യേഴ്സ്, അത് പാർട്ട് ടൈമും ഫുൾ ടൈമും വേണം. കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് ഉണ്ട്, സെയിൽസ് സ്റ്റാഫ്, ഡേറ്റ എൻട്രിക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന്, അതുപോലെ F&B സൂപ്പർവൈസർ, ഇങ്ങനെയുള്ള തസ്തികകളിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് അവസരങ്ങളിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 24 ഫെബ്രുവരി, അതായത് ശനിയാഴ്ച 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് ഈ ഡേമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓഫീസ് ഓർക്കാട്ടേരിയിലുണ്ട്. അങ്ങോട്ടേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലേക്കുള്ള അവസരങ്ങൾക്ക് നിങ്ങൾ മെയിൽ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ഞാൻ ചെൽസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ആണ് ചെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു കമ്പനിയിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ 24 തീയതി, അതായത് ശനിയാഴ്ച നടക്കുന്നുണ്ട്. 24 ഫെബ്രുവരി ശനിയാഴ്ച. ആർക്കായിരിക്കും ഈ ഒരു അവസരങ്ങളുള്ളത്? അത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർ, ബിടെക് അല്ലെങ്കിൽ IT കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർ, അല്ലെ MCA കഴിഞ്ഞവർ, 2022-ലും 2023-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അവസരങ്ങളുണ്ട്. ഞാൻ മുമ്പ് ടെക്നോ പാർക്കിൽ ഒരു അവസരം സൂചിപ്പിച്ചു, ഇതാ മറ്റൊരു അവസരം കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് 3 റൗണ്ട് ഓഫ് ടെസ്റ്റുകളിലൂടെ ആയിരിക്കും ഇവർ സെലക്ഷന്. അത് റിട്ടേൺ ടെസ്റ്റ് ആണ്, പിന്നെ ഇന്റർവ്യൂസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് ഈ ശനിയാഴ്ച 24 തീയതി നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള മധുരയിലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. അങ്ങോട്ടേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നു. ഇനി നമുക്ക് സീഡിറ്റിൽ ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് പ്രതിമാസം 60,000 രൂപ വരെ ശമ്പളത്തിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. സീഡിറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നാം അറിയുന്നത് പോലെ നമ്മുടെ കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT-യുടെ കീഴിലുള്ള ഓട്ടോണമസ് സ്ഥാപനം. ഇവര് IT പ്രൊഫഷണൽസിനെയാണ് ഹയർ ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. 3 തസ്തികകളിലായിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ്. ആദ്യത്തെ തസ്തിക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ PHP. 5 പേരെയാണ് ഹയർ ചെയ്യുന്നത്. പ്രായം 24 വയസ്സിനും 50 വയസ്സിനും ഇടയിലായിരിക്കണം. ബിടെക്, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, അല്ലെ MCA അല്ലെ MSc കമ്പ്യൂട്ടർ സയൻസ് IT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പ്രത്യേകിച്ച് PHP ഒക്കെ വെച്ചുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 55,000 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളായിരിക്കും. ഒരു 1 ഇയർ കോൺട്രാക്ട് ബേസിലായിരിക്കും, എന്നാൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയുക. രണ്ടാമത്തെ തസ്തിക ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ എന്ന തസ്തികയിൽ 2 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. ഇവിടെയും 24 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ MCA അല്ലെ MSc കമ്പ്യൂട്ടർ സയൻസ് IT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മിനിമം 2 ഇയേഴ്സ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 55,000 വരെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. ഇതൊരു 1 ഇയർ കോൺട്രാക്ട് ആയിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ അവസരം IT എഞ്ചിനീയർ സെർവർ അഡ്മിനിസ്ട്രേഷൻ എന്നതിലാണ്. 2 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. 24 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ആയിരിക്കും പ്രായം. അതും ക്വാളിഫിക്കേഷൻ സിമിലർ ആണ്. ബിടെക്, അത് CS, IT, ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ MCA, MSc കമ്പ്യൂട്ടർ സയൻസ് IT ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ലിനക്സ് സർട്ടിഫിക്കേഷൻ, ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷൻ ഓർ ക്ലൗഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് RHCSA, RHCA, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ലിനക്സ് സർട്ടിഫിക്കേഷൻ ഒക്കെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സെർവർ ക്ലൗഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 60,000 രൂപ വരെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. അപ്പോൾ ഈ ഒരു അവസരത്തിലേക്ക് താല്പര്യപ്പെടുന്ന എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സീഡിറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 5-ാം തീയതി മാർച്ച് 5 PM ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അപേക്ഷിക്കുന്നവരിൽ നിന്ന് സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ, അത് 11 മാർച്ച് മുതൽ 16 മാർച്ചിനിടയിലായിട്ട് സ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂയിലൂടെ ആയിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ jobspreach.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ കൂടിയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.